നിങ്ങൾ ഫസ്റ്റ് ഉണ്ടായില്ലേ? അപ്പോൾ ഫസ്റ്റ് ഉണ്ടായപ്പോൾ അമ്മ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഓടിയില്ലേ? ആ നീ പൊന്നിന് അവിടെ പൊന്നു വാവുറങ്ങി എണീച്ചിട്ട് വയലൊക്കെ അപ്പിച്ചിട്ട് നിങ്ങളില്ലേ ഇതൊക്കെ നിങ്ങൾ ജനിച്ചപ്പില്ലേ, നിങ്ങൾ ജനിച്ചില്ല, നിങ്ങൾ അമ്മേൻ്റെ വയറിൽ നിങ്ങൾ അമ്മേൻ്റെ വയറിലുണ്ടായിരുന്നപ്പോൾ അമ്മ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ ഡോക്ടർ എന്നൊന്നും അമ്മയ്ക്ക് അറിയാതെ അമ്മ ഓടിയില്ലേ? അമ്മ ഒരു ദിവസം മുഴുവൻ. ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ജർമ്മനിൽ വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആയതും അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഇവിടെ കണ്ടുപിടിച്ചതെന്നുള്ളതാണ്. മേ ബി ഇനി പ്രഗ്നൻ്റ് ആകുന്ന ജർമ്മനിയിലുള്ള ഇന്ത്യൻസിന് അല്ലെങ്കിൽ മലയാളീസിന് നമുക്കിതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന് ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം, അതായത് ഞങ്ങൾ ഇവിടെ ഒരു ഹൗസ് സർജനെ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അതിന് ശേഷമാണ് അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങി നമ്മൾ വീട്ടിലാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ രാവിലെ ഒരു ഏകദേശം ജനുവരി 10 തോന്നുന്നു, ജനുവരി 10 രാവിലെ ഞങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണെന്ന് വീട്ടിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഹൗസ് സർജനെ രജിസ്റ്റർ ചെയ്യാനും അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കാനും നോക്കി. അപ്പോൾ അത് വളരെ ഒരു ലെങ്തി പ്രോസസ്സായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് അന്നത്തെ ദിവസം തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീടിനടുത്തുള്ള കുറച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ഗൈനക്കോളജിസ്റ്റിനെ സെർച്ച് ചെയ്യാം, അവർക്ക് മെയിൽ അയക്കാം. അപ്പോൾ നമുക്ക് ജർമ്മൻ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, മെയിൽ അയച്ച് നോക്കാം, ആരെങ്കിലും റിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി നോക്കാൻ രാവിലെ തന്നെ റെഡിയായി. കുറച്ച് മെയിലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് അറിയുന്ന മെയിൽ ഐ ഡി കിട്ടിയ, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കിട്ടിയ കുറച്ച് മെയിൽ ഐ ഡിയിലേക്ക് ഞങ്ങൾ മെയിൽ അയച്ചു. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഹിസ്റ്ററി പറഞ്ഞു, അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്തു, അപ്പോൾ ഇങ്ങനെ കിട്ടി, ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മെയിൽ അയച്ചു. ഒരു 2-3 അടുത്തേക്കെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ടാകും. അതിലത്തെ 1-2 പേര് അപ്പം തന്നെ റിപ്ലൈ ചെയ്തു. എന്തോ ഒരു ഭാഗ്യത്തിന്, സാധാരണ അങ്ങനെ പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതല്ല. അവർ പറഞ്ഞു ഇവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കുറച്ച് ഡിലേ ആവും, പിന്നെ ഇവിടെ ജർമ്മനാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ. അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു, ഡോക്ടേഴ്സെങ്കിലും ഈ എക്സാമിൻ ചെയ്യുമ്പോൾ ജർമ്മനാണ് അവർ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് ജർമ്മനിലാണ്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അത് മനസ്സിലാക്കിയത്. അപ്പോൾ ഓക്കെ, അത് ഒരെണ്ണം റിജക്റ്റായി. അടുത്തത് നമുക്ക് ഇല്ല, അപ്പോയിൻമെൻറ്റ് ഇല്ല, അടുത്ത നിയറിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. പിന്നെ ഞങ്ങൾ ശരി എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയി ഒരു കുറേ ഹോസ്പിറ്റലുകളുള്ള ഒരു ഏരിയയിലേക്ക് പോയി നോക്കി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞങ്ങൾ ഓരോരോ സ്ഥലത്തായിട്ട് പോയിട്ട് നോക്കുമ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം അവിടെ പോകാൻ, ഡയറക്റ്റ് പോയി അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് അവർക്ക് തീരെ അറിയുന്നില്ല, ഉള്ള ട്രാൻസ്ലേറ്ററൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറച്ച് നോക്കി. അപ്പോൾ അവിടെയും ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് അവിടെ ഉള്ള ആൾക്കാരെല്ലാം അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി അവരെ സമയത്തിന് വന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇന്ന് തന്നെ ഡോക്ടറെ കാണാമെന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളത് 1-2 ക്ലിനിക്കുകളിൽ കയറി ഇറങ്ങിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഏകദേശം ഞങ്ങൾ നടന്ന് ക്ഷീണിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം ശ്രീനിയാണെങ്കിൽ ലീവ് എടുത്തിട്ടാണ് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എവിടേക്ക് പോകും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പം നമുക്കൊരു മെയിൽ വന്നു, നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ, അവർക്ക് അപ്പോയിൻമെൻറ്റ്, അവർക്ക് ഷോർട്ടായിട്ട് ഇന്ന് തന്നെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊരു പ്രൈവറ്റാണ്, സെൽഫ് പേയ്മെൻ്റ് ആയിരിക്കും വേണ്ടിയിരുന്നത്, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രാക്ടീസാണ് എന്നുള്ള രീതിയിൽ അവർ മെൻഷൻ ചെയ്തത് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓടിച്ചാടി വേഗം അവരുടെ ലൊക്കേഷൻ നോക്കുന്നു, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ശ്രദ്ധയിലായിരുന്നു. അപ്പോൾ ഏത് ട്രാം എടുക്കണം, അപ്പോൾ നമ്മൾ ട്രാമുകളും ലൊക്കേഷനും ഒക്കെ പുതിയതായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ട്രാമൊക്കെ എടുത്ത് നമ്മൾ ആ ലൊക്കേഷനിലെത്തി അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ വിളിക്കുമോ, നമ്മൾ ആ മെയിൽ അയച്ചു എന്ന് അവർക്ക് അറിയുമോ, നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വീണ്ടും മെയിൽ അയച്ചു, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ മെയിൽ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ
ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് അപ്പോൾ അത്രയ്ക്ക് വലിയ മനസ്സിലായില്ല. പ്രൈവറ്റാണ് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവരിത് കവർ ചെയ്യും, പ്രൈവറ്റ് പ്രാക്ടീസ് ആണെങ്കിലും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നിട്ട് നമ്മൾ ഡോക്ടറെ കുറേ നേരത്തെ ഒരു മണിക്കൂർ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ട് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ അവർ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് പിന്നെ അപ്പോൾ ശ്രീനിക്കാണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ശ്രീനി എന്നെ എന്താ പറയുക, ശ്രീനിയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വൈഫിനെ കൺഗ്രാജുലേറ്റ് ചെയ്യൂ, ഹഗ് ചെയ്യൂ, കിസ് ചെയ്യൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനി ഇങ്ങനെ മടിച്ച ചമ്മലായിട്ടൊക്കെ നിൽക്കുക. നമ്മളുടെ നാട്ടിൽ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഹഗ് ചെയ്യുന്നതോ കിസ് ചെയ്യുന്നതോ നമുക്ക് അത്ര നോർമൽ അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രഷൻ നടന്ന ആളല്ലാത്തത് കൊണ്ടും ഇങ്ങനെ ഇതായിട്ട്, അപ്പോൾ അവർ നമ്മളെക്കാളും സന്തോഷം അവർ കാണിക്കുക. അപ്പോൾ ഹാർട്ട് ബീറ്റ് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റിൽ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പം നിങ്ങൾ ഇതൊരു പ്രൈവറ്റാണ്, അപ്പോൾ നിങ്ങളിവിടെ പേ ചെയ്യണം. നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ടുള്ള ക്ലിനിക്കുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഞാൻ റെഫറൽ എഴുതി തരാം. ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് പോസിബിൾ വെച്ചാൽ അതിൽ ഒരുപാട് പൈസ ചിലവ് വരും. ആ പൈസ നിങ്ങൾ കുട്ടിക്ക് വേണ്ടി മാറ്റി വെക്കൂ എന്നൊക്കെ പറഞ്ഞു. ആ ഡോക്ടർ ഞങ്ങൾക്ക് കാര്യമായിട്ട് ഞങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് തന്നു, എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അന്നൊരു എന്താ പറയുക, അവരൊരു കുർത്തയായിട്ടുണ്ടായിരുന്നത്, ഒരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കുർത്തയും പിന്നെ അവർ ഒരു മുത്ത് പോലുള്ള മാലകളും അതൊക്കെ ഇട്ട് അവർക്ക് ഭയങ്കര ഇന്ത്യയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണെന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവർ നമുക്കൊരു റെഫറൽ തന്നു. എന്നിട്ട് പറഞ്ഞു ഇതൊരു ഗൈനക്കോളജി അവർക്ക് അറിയുന്നതാണ്, പബ്ലിക്കായിട്ടുള്ള പ്രാക്ടീസാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കൂ, എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ കണ്ടിന്യൂ ചെയ്യൂ എന്നുള്ള രീതിക്ക് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ പബ്ലിക്കിൽ വേണം നമ്മൾ പോയി എടുക്കാൻ എന്നൊക്കെ. എന്നിട്ട് നമ്മൾ തിരിച്ച് അവിടത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഡോക്ടർ ലിബ് വഴി നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം. പക്ഷേ ഫസ്റ്റത്തെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നവരെ നമുക്കൊരു പ്രശ്നമുള്ളൂ. അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളതെല്ലാം ടേക്ക് കെയർ ചെയ്തോളും. അടുത്ത റെഗുലറായിട്ട് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് എപ്പോഴാണ്, അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു തവണ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഹൗസ് ആർട്സിൻ്റെ അതായത് നമുക്കൊരു ഹൗസ് ഡോക്ടർ ഉണ്ടാവുമല്ലോ, ആ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്കില്ലായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഹൗസ് ഡോക്ടറെ അടുത്ത് പോയാൽ ഹൗസ് ഡോക്ടർ ഒരു ഗൈനക്കോളജി റെഫറൽ തരുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഇല്ലാതിരുന്നത് ഒരു പ്രശ്നമായി. പിന്നെ നമ്മൾ പബ്ലിക്കാണോ നമ്മുടെ ഇൻഷുറൻസിന് പറ്റിയതാണോ എന്ന് നമ്മൾ നോക്കാതെ ഒരു ഡയറക്റ്റായിട്ട് സ്ഥലത്ത് പോയി അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ അത് ട്രൈ ചെയ്യാൻ നോക്കി. പിന്നെ പെട്ടെന്ന് വിളിച്ച് ചോദിക്കാനോ അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമായിരുന്നു ഉണ്ണി എണീറ്റ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങളൊരു പുതിയൊരാൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൗസ് ആർട്സിൻ്റെ അടുത്ത് പോയി പറയുക നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ബാക്കി അവിടെ നിന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യും. അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ പ്രാക്ടീസിലേക്ക് വരാം അമ്മ എടുക്കാം. അവരുടെ പ്രാക്ടീസിലേക്ക് നിങ്ങൾ ഒരു മിനിറ്റ് അങ്ങനെ അവരുടെ പ്രാക്ടീസിലേക്ക് നിങ്ങൾ മെയിൽ അയയ്ക്കുക. മെയിൽ അയക്കുന്നത് ആക്ച്വലി നമുക്ക് ജർമ്മൻ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ മെയിൽ അയക്കുന്നതാണ് ഒരു സേഫസ്റ്റ് വഴി. പക്ഷേ അതിന് ഡിലേ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ജർമ്മനിൽ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞാലും കുറച്ചും കൂടെ ഈസി ആയിട്ട്, അതായത് പ്രഗ്നൻസി കേസ് ആകുമ്പോൾ അവർ കുറച്ചും കൂടെ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് തരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ ലിബോ അതുപോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ കയറിയിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. പക്ഷേ അതിൽ എല്ലായിടത്തും അപ്പോയിൻമെൻറ്റ് നമുക്ക് ആക്ച്വലായിട്ടുള്ളത് കാണിക്കണം എന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിടുക. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു രീതി, എൻ്റെ രീതി എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക.
അപ്പോൾ ഈ പറയുന്ന ക്ലിനിക്കുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് മെയിൽ അയക്കുക, അല്ലെങ്കിൽ അവിടത്തേക്ക് കോൾ ചെയ്ത് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഡോക്ടർ ലിബ് വഴി പോലെയുള്ള സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പറയുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ക്ലിനിക്കിലെ റിസപ്ഷൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പാപ്പത്തരാം ആ ക്ലിനിക്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് തരാം. ക്ലിനിക്കിൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിൽ റിവ്യൂ നോക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങളുടെ മലയാളി ഗ്രൂപ്പുകളിലോ എന്തെങ്കിലും ചോദിക്കും. ഞങ്ങൾ ആദ്യം അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മളന്ന് പൈസ നമ്മൾ കൊടുത്തു. പക്ഷെ അത് ഞങ്ങൾ അന്നത്തെ സന്തോഷത്തിൻ്റെ അതിൽ നമ്മൾ നോക്കിയില്ല. പക്ഷെ ശരിക്കും നമുക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ലാത്തൊരു ചിലവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കി കണ്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ടാറ്റ പറയൂ എല്ലാവർക്കും. ബൈ ബൈ ബൈ. അതേ നിങ്ങൾ ഉണ്ടായ കഥയാണ് പറഞ്ഞത്. നിങ്ങൾ ഫസ്റ്റ് ഉണ്ടായില്ലേ, അപ്പോൾ ഫസ്റ്റ് ഉണ്ടായപ്പോൾ അമ്മ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഓടിയില്ലേ. എന്നിട്ട് പൊന്നിന് അവിടെ പൊന്ന് വാവുറങ്ങി എണീച്ചിട്ട് വായിലൊക്കെ അപ്പിച്ചിട്ടുണ്ട്. നിങ്ങളില്ലേ നോക്ക്, നിങ്ങൾ ജനിച്ചപ്പില്ലേ, നിങ്ങൾ ജനിച്ചില്ല, നിങ്ങൾ അമ്മേൻ്റെ വയറിലുണ്ടായിരുന്നപ്പോൾ അമ്മ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ ഡോക്ടർ എന്നൊന്നും അമ്മയ്ക്ക് അറിയാതെ അമ്മ ഓടിയില്ലേ. അമ്മ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീടെത്തിയത്. ബപ്പ തരാം. അപ്പോൾ ഓക്കെ ബൈ ബൈ. അപ്പോൾ അന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. അപ്പം ഇത് ഋതത്തിൻ്റെ അമ്മ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.